മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മറയൂർ പള്ളനാട് ബൈക്ക് യാത്രികരെ തടഞ്ഞു. ഒരു വഴിയോര കടയും കാട്ടാന തകർത്തു എന്നാണ് റിപ്പോർട്ട്. ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. മറയൂർ റോഡിൽ കാട്ടാന തമ്പടിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ വിജയൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. യഥാർത്ഥത്തിൽ ഈ കാട്ടാന കുറച്ച് കോപത്തിലാണോ? എസ്കെൻ, പടയപ്പ എന്തായാലും സാധാരണയുള്ള രീതിയിൽ തന്നെയാണ്. എന്തായാലും അങ്ങനെ ഇങ്ങനെയൊന്നും കാട് കയറാൻ പടയപ്പ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറയൂർ മേഖലയിലാണ് പടയപ്പ തമ്പടിച്ചിട്ടുള്ളത്. പള്ളനാടാണ് ഇന്നലെ ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതായത് രണ്ട് യാത്രികർ പശുവിന് പുല്ല് ചെത്തിക്കൊണ്ട് ബൈക്കിൽ വെച്ചുകൊണ്ട് പോവുകയായിരുന്നു. പ്രധാനപ്പെട്ട വഴിയിലൂടെയാണ് യാത്ര ചെയ്തത്. ഇതിനിടയിലാണ് പടയപ്പയുടെ മുന്നിൽപ്പെടുന്നത്. പടയപ്പ പുല്ല് കണ്ടതോടുകൂടി ഈ ബൈക്ക് തടയുകയായിരുന്നു. പിന്നാലെ ഈ ബൈക്ക് യാത്രികർ ഇറങ്ങി ഓടി. 10 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഈ ബൈക്ക് യാത്രികരും ആനയും തമ്മിലുണ്ടായിരുന്ന അകലം. പെട്ടെന്ന് തന്നെ പടയപ്പ ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. പുല്ല് കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പാഞ്ഞെടുത്തത്. ഉടൻ തന്നെ ഈ ബൈക്ക് യാത്രികർ ഇറങ്ങി ഓടിയതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി. അതിനുശേഷം ഈ പടയപ്പ ഈ പുല്ല് തിന്നുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പക്ഷേ ഈ വഴിയോര കട ആക്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളും സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. എന്തായാലും നിലവിൽ ഈ മറയൂരിലെ സംസ്ഥാന പാതയോട് ചേർന്ന് തന്നെ പടയപ്പ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാട് കയറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തണം, ആനയെ വനത്തിലേക്ക് തുരത്തണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. എസ് കെ എൻ.